ലിവ് ഫോർ ഗോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് സത്യവേദ പുസ്തകത്തിലെ ഇഫ്താഹിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. ഇഫ്താഹ് എന്ന പേരിനർത്ഥം ഗോഡ് ഓപ്പൺസ്, ദൈവം തുറക്കുന്നു. അബീമേലെക്കിന് ശേഷം ഇസ്സക്കാർ ഗോത്രക്കാരനായ തോല എന്നയാൾ 23 വർഷം ഇസ്രായേലിലെ ന്യായാധിപനായിരുന്നു. അനന്തരം ഗിലെയാദ്യനായ യായീർ 22 വർഷം ന്യായപാലനം ചെയ്തു. അമ്മോന്യർ ഇസ്രായേലിനെ ഞെരുക്കുവാൻ തുടങ്ങി. 18 വർഷക്കാലം അമ്മോന്യരുടെ ഉപദ്രവം ഉണ്ടായി. അപ്പോൾ ഇസ്രായേൽ ജനം യഹോവയോട് നിലവിളിച്ചു. ഗിലെയാദിന് തൻ്റെ ഭാര്യയിൽ നിന്ന് ജനിച്ച പുത്രന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇഫ്താഹാകട്ടെ നിയമരഹിതമായ വേഴ്ചയിൽ കൂടി ഒരു വേശ്യയിൽ നിന്ന് ജനിച്ചവനായിരുന്നു. അതിനാൽ കുടുംബസ്വത്തിന് അവന് അവകാശമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇഫ്താഹ് തോബ് ദേശത്ത് പോയി അന്യനായി പാർത്തു. കുടുംബത്തിൽ നിന്നും തള്ളപ്പെട്ടവനായ ഇഫ്താഹിനെ അന്വേഷിച്ച് ഗിലെയാദിലെ മൂപ്പന്മാർ ചെന്നപ്പോൾ അവരുടെ അഭ്യർത്ഥന സ്വീകരിച്ചു. അമ്മോന്യരുടെ യുദ്ധം ചെയ്യുവാൻ ഇഫ്താഹ് തയ്യാറായി വന്നു. ഒരു നേതാവിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യത ദൈവം അവനെ നിയോഗിച്ചിരിക്കുന്നു എന്ന ഉറപ്പാണ്. മനുഷ്യന്റെ പരിഗണന പ്രകാരം ഇഫ്താഹ് നേതൃത്വത്തിന് അർഹനായിരുന്നില്ല. എന്നാൽ അവൻ ദൈവസന്നിധിയിൽ വന്ന് തീരുമാനമെടുത്തു. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അമ്മോന്യർക്ക് ന്യായമില്ല എന്ന പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇഫ്താഹ് പറഞ്ഞു. എന്നാൽ അമ്മോന്യരുടെ രാജാവ് അത് വകവച്ചില്ല. ഒരു ജനതയുടെ നേതാവെന്ന നിലയിൽ അഹങ്കരിക്കാതെ ഒഴിവാക്കുന്നവയെ ഒഴിവാക്കുവാൻ വേണ്ടി ക്ഷമയോടെ ഇടപെടുവാൻ ഇഫ്താഹ് തയ്യാറായി. യഹോവയുടെ ആത്മാവ് ഇഫ്താഹിന്മേൽ വന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ 300 വർഷത്തോളം സ്വതന്ത്രമായി അനുഭവിച്ച ദേശമാണ് ഇപ്പോൾ അമ്മോന്യർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇസ്രായേലല്ല, അമ്മോന്യരാണ് ഇപ്പോൾ യുദ്ധത്തിന് കാരണക്കാരായത്. പഴയ നിയമകാലത്ത് വ്യവസ്ഥയെ വെച്ച് നേർച്ച നേരുന്ന പതിവുണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ ഇഫ്താഹിന്റെ നേർച്ച കാണുവാൻ സാധിക്കും. അമ്മോന്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് രക്ഷ ഒരുക്കിയാൽ തിരികെ ഭവനത്തിലെത്തുമ്പോൾ ആദ്യം എതിരേൽക്കുന്ന ആരെയാണോ അവയെ ദൈവത്തിന് യാഗം നൽകും എന്നായിരുന്നു. എന്നാൽ ആദ്യം കാണുന്നത് സ്വന്തം പുത്രിയായിരുന്നു. തുടർന്ന് സ്വന്തം പുത്രിയെ യാഗം കഴിച്ചു. അങ്ങനെ ഇഫ്താഹ് ചെയ്ത നേർച്ച തികച്ചും ബുദ്ധികേടായിരുന്നു. നേതാക്കന്മാരുടെ ബുദ്ധിശൂന്യത മൂലം ജനതി പൊതുവായി പ്രയാസത്തിലായ സന്ദർഭങ്ങൾ കാണുവാനുണ്ട്. ദൃഷ്ടാന്തമായി ശൗൽ രാജാവ് ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്ന അവസരം. പകൽ മുഴുവനും ശത്രുവിനോട് പൊരുതി ജനം ക്ഷീണിച്ചിരുന്നപ്പോൾ ശത്രുവിനെ മുഴുവനായി സംഹരിച്ചു തീർന്നതിന് മുൻപ് എന്തെങ്കിലും ആഹാരം കഴിക്കുവാൻ ശപിക്കപ്പെട്ടവൻ എന്ന് പടയാളികളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അന്ന് യോനാഥാൻ ഈ ശബ്ദം അറിയാതെ സ്വൽപ്പം തേൻ ഭക്ഷിച്ചു. അങ്ങനെ അത് ശബ്ദലംഘനമായി. ശൗൽ ചെയ്ത ഭോഷത്വമായ നടപടികളിലൊന്നായി അത് കാണുന്നു. നേതാക്കന്മാർ ഇങ്ങനെയുള്ള നടപടികൾ വർജിക്കേണ്ടതാണ്. അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ എഫ്രൈമ്യരെ കൂടെ ക്ഷണിച്ചില്ല എന്ന കാരണത്താൽ അവർ ഇഫ്താഹിനെ കൊല്ലുവാനൊരുങ്ങി. എന്നാൽ ഗിലെയാദ്യർ ഒരുമിച്ച് കൂടി യുദ്ധം ചെയ്തു എഫ്രൈമ്യരെ തോൽപ്പിച്ചു. എഫ്രൈമ്യരാണെന്ന് കണ്ടവരെല്ലാവരും സംഹരിച്ചു. ഷിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കുന്നവർ എല്ലാം കൊല്ലപ്പെട്ടു. എഫ്രൈമ്യർക്ക് ഷാ എന്ന് ഉച്ചരിക്കുവാൻ പ്രയാസമാകിയാൽ അവർ സാ എന്ന് ഉച്ചരിക്കുമായിരുന്നു. അന്ന് 40,000 പേർ വധിക്കപ്പെട്ടു. അവൻ യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം തുറന്ന് പ്രസ്താവിക്കുകയും ദൈവാശ്രയത്തോടു കൂടി ജനത്തിനു വേണ്ടി ശത്രുക്കളോട് പൊരുതുകയും ചെയ്തു. അങ്ങനെ അവനെയും വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ചേർത്തിരിക്കുന്നു.